ഒന്നാമത്തെ ഉപദേശം, അധികരിച്ച് ഭക്ഷണം കഴിക്കുന്നവൻ ആരാധനക്ക് അവന് സുഖം ലഭിക്കില്ല. അധികരിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ആരാധനക്ക് സുഖം ലഭിക്കില്ല. വളരെ കറക്റ്റാണ് അല്ലേ? അതുകൊണ്ടാണ് അധികരിച്ച് ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ റമളാൻ മാസത്തിൽ പ്രത്യേകം നിർദ്ദേശിക്കാൻ കാരണം. റമളാന്റെ നോമ്പ് നോറ്റിട്ട് നോമ്പ് തുറന്നിട്ട് ഇപ്പോഴും ഒക്കെ ബാധകാണത്. നോമ്പ് നോറ്റിട്ട് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് വന്നാൽ, ഇപ്പോഴൊക്കെ ആണെങ്കിൽ പള്ളികളിൽ അധികവും AC ആണ്. ഇവിടെ AC തന്നെയല്ലേ? AC ആണ്. അതുകൊണ്ട് ഉറങ്ങാൻ നല്ല സുഖ. 2 റക്അത്ത് 4 റക്അത്താകുമ്പോഴേക്ക് തുടങ്ങും ഉറക്ക്. അത്തഹിയ്യാത്ത് ഉറക്കിലാണ്, സുജൂദ് ഉറക്കിലാണ്. പിന്നെ ഖിയാമിലും അതിന് സൗകര്യം കിട്ടിയ ഖിയാമിലും ഉറക്കും. 4 റക്അത്ത് കഴിയുമ്പോഴേക്ക് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളോട് ചോദിക്കും, എത്ര റക്അത്തായി? വീട്ടിലേക്ക് പോകാൻ സമയമായോ എന്ന് കരുതിയിട്ടാണ് ചോദിക്കുന്നത്. പാകത്തിന് ഭക്ഷണം കഴിച്ചാൽ ഇബാദത്തിന് സുഖം ഉണ്ടാകും. താലിമീങ്ങളോടൊക്കെ ആലിമീങ്ങള് പഴയ കാലങ്ങളിൽ കിതാബുകളിൽ ഉപദേശിച്ച ഉപദേശതല്ലേ? നിന്റെ താല്ലുമുൽ ഇൽമിന്, പഠിക്കുന്ന കാര്യത്തിന് നിനക്ക് ബുദ്ധികൂർമ്മത ലഭിക്കണമെങ്കിൽ പ്രധാനമായും നിന്നിൽ ഉണ്ടാകേണ്ട ഒന്ന് അളവ് കണക്കാക്കിയ ഭക്ഷണം അല്ലേ? അളന്ന ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്താണല്ലോ ഏറ്റവും നല്ല അനുസരണം ഉള്ളത് അല്ലേ? അളന്ന ഭക്ഷണം കൊടുക്കുന്ന എവിടെ അളന്ന ഭക്ഷണം കൊടുക്കുന്നത്? ജയിലിൽ എന്തൊരു അനുസരണമാണ് ജയിലില്. കൃഷി ചെയ്യാൻ പറഞ്ഞാലും അനുസരിക്കും, പത്തിരി ഉണ്ടാക്കാൻ പറഞ്ഞാലും പത്തിരി ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കും, പൊറോട്ട ഇടാൻ പറഞ്ഞാൽ പൊറോട്ട ഇടും. പുറത്ത് ആ കാരാഗ്രഹത്തിന് പുറത്ത് വിട്ടാൽ ഒരൊറ്റ സംഗതി പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാർ എന്താ അച്ചടക്കത്തിലാണ് അനുസരിക്കുന്നത്? എത്ര ചപ്പാത്തിയാണ് അവിടുന്ന് കൊണ്ടുവരുന്നത്? എത്ര പൊറോട്ടയാണ് അവിടുന്ന് കൊണ്ടുവരുന്നത്? എത്ര കറിയാണ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്? ആരാ ഈ പൊറോട്ട ഈ ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കുന്നത്? ആരാ? അവിടെയുള്ള തടവ് പുള്ളികൾ തന്നെ. അവരെങ്ങനെ ഇത്രയും പറഞ്ഞ് അനുസരിക്കുന്നത്? അതാ കൊടുക്കുന്നത് ഉണ്ട ഭക്ഷണമാണെങ്കിലും ലിമിറ്റ് ഉണ്ട് അതിന്. ഏറെ കിട്ടൂല. അതുകൊണ്ടാ ഏറെ കിട്ടൂല. ഏറെ ഭക്ഷണം കൊടുത്താൽ അവിടെ തന്നെ എന്നും തല്ലായിരിക്കും, തല്ല് തീരൂല. പാകപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നത്. നമ്മളെ ജയിലല്ലേ ദുനിയാവ്? അതിന്റെ അർത്ഥം പാകപ്പെട്ട ഭക്ഷണം കഴിക്കണം എന്നാണ്. ഏറെ കഴിച്ചാൽ ഇബാദത്തിനൊരു സുഖം കിട്ടൂല. പാകത്തിന് ഭക്ഷണം കഴിക്കുക. വിശപ്പ് മാറാനുള്ളത് അതാണ് പാകത്തിന് എന്ന് പറയുന്ന അർത്ഥം. പാകത്തിന് എന്ന് പറഞ്ഞാൽ ഏമ്പക്കം വരാന്നല്ല. ഏമ്പക്കം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവൂലേ? ഒരു ഒച്ചങ്ങനെ ഉണ്ടാണ് വരുന്നില്ലേ? അതല്ല പാകം എന്ന് പറഞ്ഞത്. അത് അപ്പുറം എത്തിയിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. ചില ആൾക്കാർക്ക് അൽഹംദുലില്ലാഹ് പറയാൻ തോന്നുന്നതന്നെ അപ്പോഴാണ്. അൽഹംദുലില്ലാഹ്, ഏമ്പക്കം ഒന്ന് പോയി, നല്ല സുഖമുണ്ട്. രണ്ടാമത്തെ വന്ന ഒരു ഹംദും കൂടി. അതല്ല പാകം. വിശപ്പ് മാറുന്ന പാകത്തെ ഭക്ഷണം. എന്തൊരു ഉപദേശമാണ് കിട്ടിയത്? മഹാന്മാര് കൊടുത്ത ഉപദേശമാണ്. നിങ്ങൾ ആ പേരുകളൊക്കെ ചിക്കൻ അടിസ്ഥാനത്തിൽ വന്ന എല്ലാ പേരുകളും കുട്ടിക്കോളും. ബീഫിലോൺ മറ്റിലൊക്കെ ഉണ്ട്. ഇത് നിറയല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് 2ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടീനെ തന്നെ ഒരു അലന്തരന്റെ തായോട്ടുള്ള സൂറത്തുകളൊന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഓതാൻ കഴിയില്ല. മുമ്പ് അങ്ങനല്ല. മുമ്പ് 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലുള്ളവരൊക്കെ വല്ലാഹു മുതൽ തായോട്ട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഓതുവരും. മെമ്മറി പവർ കുറയാണ്. ഇഷ്ടം പോലെ തീറ്റ കൊടുത്തിട്ട് പാകത്തിനാണ് കൊടുക്കേണ്ടത്. പാകത്തിനാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. അത് കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയല്ല, കുട്ടികളോട് ചെയ്യുന്ന സ്നേഹമാണ്. പാകത്തിന് ഭക്ഷണം കൊടുക്കണം. നമ്മളും പാകത്തിനാ കഴിക്കേണ്ടത്, ഏറെ കഴിക്കണം. നിസ്കാരക്കുപ്പായത്തിലായിട്ട് തറാവീഹ് നിസ്കാരം പകുതി കഴിഞ്ഞ് നിസ്കാരക്കുപ്പത്തിലായിട്ട് സഹോദരിമാർ ഉറങ്ങുമ്പോൾ, പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ പുരുഷന്മാർ വിചാരിക്കാണ് 20 റക്അത്ത് നിസ്കരിച്ച് ക്ഷീണത്തിലാണ് ഈ ഉറങ്ങുന്നത്, കുറച്ചേരം കൂടി ഉറങ്ങിക്കോട്ടെ. അപ്പൊ അപ്പുറത്തിരിക്കുന്ന മോള് പറയാണ്, ഇല്ലല്ല അമ്മ 20 നിസ്കരിച്ചിട്ടില്ല, അമ്മ 4 ആകുമ്പോഴേക്ക് ക്ഷീണം വന്ന് കിടന്നാണ്. എങ്ങനെ ഉമ്മയും പെങ്ങളും അപ്പുറത്തും കിടക്കാതിരിക്കുക? എല്ലാവരും പറഞ്ഞു വെച്ച ഒരു പല്ലവിയുണ്ട്, ഈ പൊറോട്ട മുഴുവനും പെണ്ണുങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഒരു പെണ്ണുങ്ങള് ആ പറച്ചിലിഞ്ഞ് വെറുതെ ആക്കണ്ടെന്ന് കരുതിയിട്ട് ഒരു 3ഉം 4ഉം ഒക്കെ എടുത്ത് അടിച്ച് റെഡിയാക്കി. അപ്പോഴേക്കെന്നെ കുഴങ്ങി. അതാണ് അധിക ഭക്ഷണം. അധിക ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാണ് ഇബാദത്തിന് ലദ്ദത്ത് കിട്ടൂല. ഖുർആൻ എടുത്ത് ഓതുമ്പോഴും അങ്ങനെ തന്നെ. അത്തായത്തിന് സുബഹിന്റെ ശേഷം ഒരു ജുസ് മുഴുവനായിട്ട് ഓതാൻ കഴിയൂല. 1/2 ജുസ് പോലും ഓതാൻ കഴിയില്ല. അപ്പോഴേക്ക് ഉറങ്ങി, കൂട്ടി വെച്ച് ഉറങ്ങി.
അതുകൊണ്ടല്ലേ റമദാനിലൊക്കെ ആളുകൾ നോക്ക് നിങ്ങൾ, അധിക ഭക്ഷണം കഴിച്ചിട്ടാണ് റമദാനിലൊക്കെ ആളുകൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 11 മണി വരെ 12 മണി വരെ ഒക്കെ കിടന്നുറങ്ങുക. ആളുകൾ അങ്ങനെ കണക്കൂട്ടിയ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഉറക്കിന്റെ വിശ്രമത്തിന്റെ ഒരു മാസം കൂടിയാണ്. അങ്ങനെ കണക്കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഉണ്ട് ഒരു സുന്നത്ത്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 11 മണി വരെ ഉറക്ക് സുന്നത്തുണ്ട്. നമ്മളെവിടെയും കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ പറയാലോ. നിങ്ങളെവിടെയും കണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ. അധ്വാനത്തിന്റെ മാസമാണ്, ഇബാദത്തിന്റെ മാസം എന്നൊക്കെ നമ്മൾ പറയും. ഏതാണ് ഇബാദത്ത്, എപ്പോഴാണ് ഇബാദത്ത്, എപ്പോഴാ സമയം? രണ്ടാമത്തെ ഉപദേശം പറഞ്ഞു കൊടുക്കണം. ഉറക്ക് അധികരിപ്പിക്കുന്ന മനുഷ്യൻ അവന് ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കില്ല. അധികം ഉറങ്ങരുത്, പാകപ്പെടുത്തിയ ഉറക്കമാണ് വേണ്ടത്. പാകപ്പെടുത്തിയ ഉറക്കം 24 മണിക്കൂർ സമയത്തിൽ രാത്രി സമയത്തൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3.5 മണിക്കൂർ ഉറക്കം നിന്റെ ആരോഗ്യത്തിന് നീ ഉറങ്ങണം. കുട്ടികളാകുമ്പോൾ 6-7 മണിക്കൂറും കുട്ടികൾ ഉറങ്ങണം. അതവർ ആരോഗ്യത്തിന്റെ സ്ഥിതിയാണ്. ഇപ്പോഴും പലരും നമ്മുടെ കൂട്ടത്തിൽ കുട്ടികളാണ്. എന്തേ കാരണം? രാത്രി 11 മണിക്കങ്ങ് പോയി ഉറങ്ങിയെന്ന് കൂട്ടിക്കോളൂ. സുബഹി ഇല്ലാത്ത ആള് പിന്നെ എഴുന്നേൽക്കുന്നത് 7 മണിക്ക് 8 മണിക്കാണ്. ഒന്ന് കൂട്ടി നോക്കൂ, മണിക്കൂർ എത്രയായി? സുബ്ഹാനല്ലാഹ്. ഉറക്കം പാകപ്പെടുത്തണം. പാകപ്പെടുത്തിയ ഉറക്കമാണ് വേണ്ടത്. മഹാന്മാരൊക്കെ ഉറക്കിനെ പാകപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രാത്രിയെ 3ആയി ഭാഗിച്ചത് കേട്ടിട്ടില്ലേ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രിയെ ചുരുങ്ങിയ സമയം ഉറങ്ങിയിട്ട് ഇബാദത്തിന് നീക്കി വെച്ചത് കേട്ടിട്ടില്ലേ? എണ്ണിയാൽ അങ്ങനെ ധാരാളം മഹാന്മാരെ നമുക്ക് കാണാൻ കഴിയും. മഹത്തുക്കൾ മുഴുവനും അങ്ങനെയാണ്. ഉറങ്ങിയിട്ട് ജീവിതം തീർത്തവരല്ല. സുബ്ഹാനല്ലാഹ്. ഉറക്ക് അധികരിപ്പിക്കുന്ന ആൾക്ക് അയാൾ ആയുസ്സിൽ ബറക്കത്ത്